എംബ്രോയ്ഡറി വർക്ക് ചെയ്യുമ്പോഴേക്കും ത്രെഡിൻ്റെ ഫ്ലോ നല്ല രീതിയിൽ കിട്ടാതെ വേഗം തന്നെ പൊട്ടിപ്പോണതിന് ഒരു സൊല്യൂഷനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മിഷ്യത്തിൻ്റെ ബാക്ക് വശത്തായിട്ട് ഇതേപോലെ ഒരു സ്റ്റാൻഡിലായിരിക്കും നമ്മൾ ത്രെഡെല്ലാം ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ലോക്ക് മിഷ്യത്തിൽ കാണിച്ചു തരണമെന്നേ ഉള്ളൂ. എൻ്റെ മിഷ്യത്തിൽ ആ ഒരു സ്റ്റാൻഡ് ഞാൻ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സിൽക്ക് ത്രെഡ് ഇതേപോലെ നമ്മൾ ആ ഒരു സ്റ്റാൻഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ത്രെഡ് പോലെ അല്ലാതെ ഈ ഒരു സിൽക്ക് ത്രെഡ് ആയതുകൊണ്ടിട്ട് തന്നെ എപ്പോഴും താഴത്തേക്ക് ഊർന്നു പോരണ അനുസരിച്ചിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. എംബ്രോയ്ഡറി മിഷ്യത്തിലുള്ള ഈ ഒരു സ്റ്റാൻഡിൽ നൂല് വെക്കണതിന് പകരമായിട്ട് ചെറിയൊരു പട്ടിക കഷ്ണത്തിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു രീതിയിൽ ആണിയും കൂടി ഉറപ്പിച്ച് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കെട്ടി വീഴാതെയും പിന്നെ നൂല് പൊട്ടിപ്പോകാതെയൊക്കെ നല്ല സിമ്പിളായിട്ട് നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സ്റ്റിച്ച് ചെയ്യണ ത്രെഡിനെ അപേക്ഷിച്ച് തീരെ കനം കുറഞ്ഞ നൂലായതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു സിൽക്ക് ത്രെഡ് നമ്മൾ ഉപയോഗിക്കാതെ പഴകിപ്പോയാലും പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിന് പറ്റിയ ചെറിയൊരു ടിപ്പ് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ.